എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുമ്പ് നടന്ന ഓവർസിയർ ഗ്രേഡ് 3 എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 141/2016 ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബോക്സ് ഓഫ് പ്രിസ്മാറ്റിക് കോമ്പസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെ ബോക്സ് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഓപ്ഷൻ എ കോപ്പർ, ഓപ്ഷൻ ബി നിക്കൽ, ഓപ്ഷൻ സി ബ്രാസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ബോക്സ് ഓഫ് പ്രിസ്മാറ്റിക് കോമ്പസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ, ബ്രാസ്. സെക്കൻഡ്, ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്റ്റോൺ ഷുഡ് നോട്ട് ഇൻ എനി കേസ് ലെസ് ദാൻ. ഓപ്ഷൻ എ 2.5, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 1.5, ഓപ്ഷൻ ഡി 1. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്റ്റോൺ എന്നാണ് ചോദിക്കുന്നത്. ഇൻ എനി കേസ് നോട്ട് ലെസ് ദാൻ. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ, 2.5. തേർഡ് ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, the extent of land that gets irrigated from a water source is. Option A duty, option B delta, option C ayacut, option D furrows. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, അയാക്കട്ട് ആണ് ഇതിൻ്റെ ആൻസർ. ദ ഏരിയ ഓഫ് ലാൻഡ് ദാറ്റ് ഗെറ്റ്സ് ഇറിഗേറ്റഡ് ഫ്രം എ വാട്ടർ സോഴ്സ് ഈസ് കോൾഡ് അയാക്കട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രിഫറബിൾ സ്ലോപ്പ് ഓഫ് എ ഡ്രോയിങ് ബോർഡ് സപ്പോർട്ട് ഈസ്. ഓപ്ഷൻ എ 1:2, ഓപ്ഷൻ ബി 1:4, ഓപ്ഷൻ സി 1:6, ഓപ്ഷൻ ഡി 1:8. ഇതിൻ്റെ ആൻസർ 1:8 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സ്ലോപ്പ് എന്ന് പറയുന്നത് 1:8 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാറ്ററൈറ്റ് ഈസ് കെമിക്കലി ക്ലാസിഫൈഡ് ആസ് കാൽക്കാരിയസ് റോക്ക്, ആർജിലേഷ്യസ് റോക്ക്, സിലീഷ്യസ് റോക്ക്, നൺ ഓഫ് ദി എബോവ്. ലാറ്ററൈറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ആർജിലേഷ്യസ് റോക്കാണ് ലാറ്ററൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the percentage of silica in good brick clay should vary from. Option A 50 to 60%, option B 40 to 50%, option C 30 to 40%, option D 20 to 30%. സിലിക്കയുടെ പ്രപ്പോർഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. 50 to 60% ആണ് പെർസെൻറ്റേജ് ഓഫ് സിലിക്കയുടെ വാരിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ ഈസ് ഡൺ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ക്വാറിയിങ്. Option B after seasoning, option C after 3 months of quarrying, option D just before building. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ക്വാറിയിങ് ആണ്. ക്വസ്റ്റ്യൻ, വാട്ട് ജനറൽ നെയിം ഈസ് ഗിവൻ ടു ദ ഫിസിക്കൽ പാർട്സ് ഓഫ് ദ കമ്പ്യൂട്ടർ. ഓപ്ഷൻ എ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ബി ഫേംവെയർ, ഓപ്ഷൻ സി ഹാർഡ്വെയർ, ഓപ്ഷൻ ഡി ഡിവൈസ് ഡ്രൈവേഴ്സ്. ഫിസിക്കൽ പാർട്സ് ഓഫ് കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ജനറൽ നെയിമിൻ്റെ പേരെന്താ? ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ, ഹാർഡ്വെയർ എന്നാണ് പറയുന്നത് ഫിസിക്കൽ പാർട്സിന്. 10th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഹാർഡസ്റ്റ് റോക്ക്. ഹാർഡസ്റ്റ് റോക്ക് ഏതാ? മാർബിൾ, ഡയമണ്ട്, ടെയിൽ, ക്വാർട്സ്. ഇതിലേതാ ഹാർഡസ്റ്റ് റോക്ക്? ഡയമണ്ട് ആണല്ലേ. ഹാർഡസ്റ്റ് റോക്ക് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഡയമണ്ട് ആണ് അതിൻ്റെ ആൻസർ. 11th ക്വസ്റ്റ്യൻ, ക്വിക്ക് ലൈം ഈസ് എ. ഓപ്ഷൻ എ പ്രൊഡക്റ്റ് ലെഫ്റ്റ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ കാൽസിലേഷൻ ഓഫ് പ്യുവർ ലൈം സ്റ്റോൺ, ഓപ്ഷൻ ബി കാർബണേറ്റ് ഓഫ് ലൈം, ഓപ്ഷൻ സി ഓക്സൈഡ് ഓഫ് ലൈം, ഓപ്ഷൻ ഡി ലൈം ക്വിക്ക്ലി ട്രീറ്റഡ് വിത്ത് വാട്ടർ. 11th ക്വസ്റ്റിൻ്റെ ആൻസർ ക്വിക്ക് ലൈം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ലെഫ്റ്റ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദ കാൽസിലേഷൻ ഓഫ് പ്യുവർ ലൈം സ്റ്റോൺ ആണ്. 12th ക്വസ്റ്റ്യൻ, എ ഗുഡ് ക്വാളിറ്റി സിമെൻറ്റ് ഷുഡ് ഹാവ് ഹയർ പെർസെൻറ്റേജ് ഓഫ്. ഗുഡ് ക്വാളിറ്റി സിമെൻറ്റിൽ ഏതിൻ്റെയാണ് ഹയർ പെർസെൻറ്റേജ് എന്നാണ് താഴെ തന്നിരിക്കുന്നത്. ഏതാണ് ഹയർ പെർസെൻറ്റേജ് വേണ്ടത്? ഓപ്ഷൻ എ സിലിക്ക, ഓപ്ഷൻ ബി ഫ്രീ ലൈം, സി ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ഡി ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്. 12th ക്വസ്റ്റിൻ്റെ ആൻസർ എന്താ? ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. സോ ഇനീഷ്യൽ സ്ട്രെങ്ത് തരുന്നത് ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് ആണ്, ഫൈനൽ സ്ട്രെങ്ത് തരുന്നത് ഡൈ കാൽഷ്യം സിലിക്കേറ്റ് ആണ്. സോ ഒരു ഗുഡ് ക്വാളിറ്റി സിമെൻറ്റിൽ ഹയർ പെർസെൻറ്റേജ് ഏതിൻ്റെയാണ് വേണ്ടത്? ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് ആണ് ഹയർ പെർസെൻറ്റേജ് വേണ്ടത്. 13th ക്വസ്റ്റ്യൻ, ഇൻ ഫ്ലാറ്റ് ആർച്ച് ദ സ്ക്യൂ ബാക്ക് ഈസ് മെയ്ഡ് ടു റെസ്റ്റ് ഇൻ ആൻ ഇൻക്ലൈൻഡ് പൊസിഷൻ സോ ആസ് ടു മേക്ക് ആൻ ആംഗിൾ ഓഫ് ഡാഷ് വിത്ത് സ്പ്രിംഗിങ് ലൈൻ. ഫ്ലാറ്റ് ആർച്ചിൽ സ്ക്യൂ ബാക്ക് ഇൻക്ലൈൻ പൊസിഷനിൽ വയ്ക്കുമ്പോൾ ഏത് ആംഗിളാണ്? സ്പ്രിംഗി ലൈനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 30 ഡിഗ്രി, ഓപ്ഷൻ ബി 60 ഡിഗ്രി, ഓപ്ഷൻ സി 50 ഡിഗ്രി, ഓപ്ഷൻ ഡി 40 ഡിഗ്രി. 13th ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 60 ഡിഗ്രിയാണ് സ്പ്രിംഗി ലൈനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. 14th ക്വസ്റ്റ്യൻ, ദ ലോവർ പാർട്ട് ഓഫ് എ സ്ട്രക്ചർ വിച്ച് ട്രാൻസ്മിറ്റ് ദ ലോഡ് ടു ദ സോയിൽ. സോയിലിലേക്ക് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലോവർ പാർട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സൂപ്പർ സ്ട്രക്ചർ, പ്ലിന്ത്, ഫൗണ്ടേഷൻ, ബേസ്മെൻറ്റ്. 14th ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഫൗണ്ടേഷൻ ആണ് ആൻസർ. ആൻഡ് സോയിലിലേക്ക് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ വഴിയാണ്. 15th ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ദ പെർസെൻറ്റേജ് ഓഫ് റെസിഡ്യൂ ലെഫ്റ്റ് ആഫ്റ്റർ സീവിങ് ഗുഡ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഇൻ 90 മൈക്രോൺ സീവ് ഷുഡ് നോട്ട് എക്സീഡ്.
പോർട്ട്ലാൻഡ് സിമെൻറ്റ് 90 മൈക്രോൺ സീഡ് പാസ് ചെയ്യുമ്പോൾ എത്രയാണ് ലെഫ്റ്റ് ചെയ്യുക എന്നാണ് ആ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 16ൻ്റെ ആൻസർ ഡി ആണ്. 10% ആണ് 90 മൈക്രോൺ സി വി കോഡ് പാസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ചെയ്യേണ്ട റെസിഡ്യൂ. ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് എന്ന് പറയുന്നത് 10% ആയിരിക്കണം. 17th ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 18th ക്വസ്റ്റ്യൻ ദ മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ടിമ്പർ യൂസ്ഡ് ഇൻ ദ ബിൽഡിംഗ് ഫ്രെയിം. ബിൽഡിംഗ് ഫ്രെയിമിൽ യൂസ് ചെയ്യുന്ന ടിമ്പറിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് 2 to 5%, 8 to 12%, 12 to 18%, greater than 20%. 18th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. 8 to 12% ആണ് ടിമ്പറിലെ ബിൽഡിംഗ് ഫ്രെയിമിൽ യൂസ് ചെയ്യുന്ന ടിമ്പറിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത്. 19th ക്വസ്റ്റ്യൻ ദ ലെങ്ത് ഓഫ് എ റേഞ്ചിങ് റോഡ്. റേഞ്ചിങ് റോഡിൻ്റെ ലെങ്ത് എത്രയാണ്? 2 to 4 meter, 2 to 3 meter, 3 to 4 meter, 2 to 2.5 meter. 19th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 to 3 meter ആണ് ലെങ്ത് ഓഫ് റേഞ്ചിങ് റോഡ് എന്ന് പറയുന്നത്. 20th ക്വസ്റ്റ്യൻ ദ ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു. അത് ക്യാൻസൽഡ് ആണ് ആ ക്വസ്റ്റ്യൻ. ദെൻ 21th ക്വസ്റ്റ്യൻ ഇൻ ഫോർ RCC കൺസ്ട്രക്ഷൻ ദ മാക്സിമം സൈസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ഈസ് ലിമിറ്റഡ് ടു. RCC കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്ന കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ മാക്സിമം സൈസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 15 mm, ഓപ്ഷൻ ബി 20 mm, ഓപ്ഷൻ സി 25 mm, ഓപ്ഷൻ ഡി 10 mm. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 25 mm ആണ് മാക്സിമം സൈസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. Then 22nd question, according to Indian standard specifications, the temperature for curing. Curing യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണെന്നാണ്. 5 degree Celsius, 10 degree Celsius, 27 degree Celsius, 42 degree Celsius. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. 27 degree Celsius ആണ്. 23rd question, a fixed point with a non-elevation is known as. ഓപ്ഷൻ എ datum, ഓപ്ഷൻ ബി reference point, ഓപ്ഷൻ സി benchmark, ഓപ്ഷൻ ഡി first site. Fixed point of non-elevation is known as benchmark. Next question, 24. Frog made in the brick is to reduce the weight of the brick, to form a key for holding the mortar, to indicate the manufacturing details, to indicate the top of the brick. 24ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫ്രോഗ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ടു ഫോം എ കീ ഫോർ ഹോൾഡിങ് ദ മോട്ടർ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കീ ആയിട്ടാണ് ഫ്രോഗ് ആക്ട് ചെയ്യുന്നത്. 25th ക്വസ്റ്റ്യൻ ദ ചീഫ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് എ പെയിൻറ്റിലെ ചീഫ് ഇൻഗ്രീഡിയൻറ്റ് ഏതാ? ആൽക്കഹോൾ, ഡ്രയർ, പിഗ്മെൻറ്റ്, ഓയിൽ. ചീഫ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് പിഗ്മെൻ്റ് ആണ്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ, പിഗ്മെൻറ്റ്. 26th ക്വസ്റ്റ്യൻ ലിൻസീഡ് ഓയിൽ ഇൻ പെയിൻറ്റ് ഈസ് യൂസ്ഡ് ആസ് എ. പെയിൻറ്റിൽ യൂസ് ചെയ്യുന്ന ലിൻസീഡ് എന്ന് പറയുന്നത് ബേസ് ആണോ, തിന്നർ ആണോ, കാരിയർ ആണോ, പിഗ്മെൻ്റ് ആണോ? ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ, കാരിയർ ആണ്. കഴിഞ്ഞ മാസത്തെ എക്സാമിനും ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലിൻസീഡ് ഓയിൽ, കാരിയറിന് വേറൊരു പേര് വെഹിക്കിൾ എന്നാണ്. അതായിരുന്നു അതിൽ കൊടുത്തിരുന്ന ഓപ്ഷൻ. സോ ലിൻസീഡ് ഓയിൽ ഇൻ ഓയിൽ പെയിൻറ്റ് ഈസ് യൂസ്ഡ് ആസ് എ കാരിയർ. ദ ബേസ് മെറ്റീരിയൽ ഫോർ ഡിസ്റ്റംബർ ഈസ്. ഡിസ്റ്റംബറിൻ്റെ ബേസ് മെറ്റീരിയൽ എന്താ? ലൈം, ക്ലേ, ചോക്ക്, ലൈം പ്യൂട്ടി. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ, ചോക്കാണ് ബേസ് മെറ്റീരിയൽ ഫോർ ഡിസ്റ്റംബർ എന്ന് പറയുന്നത്. 28th ക്വസ്റ്റ്യൻ ദ ഫാൾ ഓഫ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ടു ദ എർത്ത് സർഫസ് ഇൻ എനി ഫോം ഈസ് കോൾഡ്. അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ഫാൾ ഓഫ് മോയ്സ്ചറിനെ എന്താണ് പറയുന്നത്? ഇവാപ്പറേഷൻ, ട്രാൻസ്പിറേഷൻ, പ്രസിപ്പിറ്റേഷൻ, നൺ ഓഫ് ദീസ്. ദ ഫാൾ ഓഫ് ഫ്രം അറ്റ്മോസ്ഫിയർ, ഫാൾ ഓഫ് മോയ്സ്ചർ ഫ്രം അറ്റ്മോസ്ഫിയർ ഇൻ എനി ഫോം എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേഷൻ ആണ്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ ഉണ്ട്. റെയിൻ ആയിട്ടുണ്ട്, ഡ്രിസിൽ ആയിട്ടുണ്ട്, അങ്ങനെ പല ഫോംസ് ഒക്കെ ഉണ്ട്. 29th ക്വസ്റ്റ്യൻ Indian Road Congress IRC was set up in 1930, 1934, 1948, 1956. 29th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1934 IRC Indian Road Congress സെറ്റപ്പ് ചെയ്തത്. 30th ക്വസ്റ്റ്യൻ ദ സെൻട്രൽ പാർട്ട് ഓഫ് എ ട്രീ. സെൻട്രൽ പാർട്ട് ഓഫ് എ ട്രീ എന്ന് പറയുന്നത് ഹാർട്ട് വുഡ്, സാപ്പ് വുഡ്, പിത്ത്, ക്യാമ്പലെയർ. ഓപ്ഷൻ സി പിത്താണ്. സെൻട്രൽ പാർട്ട് ഓഫ് വുഡ് എന്ന് പറയുന്നത് പിത്താണ്. 31st ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് ലിങ്ക്സ് ഇൻ എ 30 meter മെട്രിക് ചെയിൻ. ഓപ്ഷൻ എ 100, ഓപ്ഷൻ ബി 200, ഓപ്ഷൻ സി 150, ഓപ്ഷൻ ഡി 180. 30 meter ചെയിനിലെ നമ്പർ ഓഫ് ലിങ്ക്സ് എത്രയാണ്? 150 ആണ്. എന്നാൽ 20 meter ആണെങ്കിൽ എത്ര ലിങ്ക് വരും? 100 ലിങ്ക് ആയിരിക്കും. സോ ഇവിടുത്തെ ആൻസർ 150 ആണ്. 30 meterൽ 150 ലിങ്ക് ആണുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 32. ദ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഇൻക്രീസിങ് ദ ക്വാണ്ടിറ്റി ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് വിത്തൗട്ട് ഓൾട്ടറിങ് ദ ടോട്ടൽ അഗ്രിഗേറ്റ് ക്വാണ്ടിറ്റി. ഓപ്ഷൻ ബി ഡിക്രീസിങ് ദ ക്വാണ്ടിറ്റി ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് വിത്തൗട്ട് ഓൾട്ടറിങ് ദ ടോട്ടൽ aggregate quantity. Option C decreasing the quantity of fine aggregate without altering the total aggregate. Option D none of the above. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. വർക്കബിലിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ. ഡിക്രീസിങ് ദ ക്വാണ്ടിറ്റി ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് വിത്തൗട്ട് ഓൾട്ടറിങ് ദ ടോട്ടൽ അഗ്രിഗേറ്റ്. കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ എമൗണ്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. 33rd ക്വസ്റ്റ്യൻ ആൻ ഐസൊലേറ്റഡ് ലോഡ് ബെയറിംഗ് മാസണറി മെമ്പർ ഈസ് നോൺ ആസ്. പില്ലർ, ബട്രസ്, റാമ്പ്, പോസ്റ്റ്.
33യുടെ ആൻസർ പില്ലറാണ്. ഐസൊലേറ്റഡ് ലോഡ് ബെയറിംഗ് മാസണറി മെമ്പറിന് പറയുന്ന പേര് പില്ലർ എന്നാണ്. 34. The angle of intersection of the two plane mirrors of an optical square is. ഒപ്റ്റിക്കൽ സ്ക്വയറിൻ്റെ 2 പ്ലെയിൻ മിറേഴ്സ് തമ്മിൽ ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ എത്രയാണ്? 30 ഡിഗ്രി, 60, 45, 90. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. 2 മിറർ തമ്മിലുള്ള ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ദ വെരി ഫസ്റ്റ് റീഡിംഗ് ഈസ് ടേക്കൺ ആസ് ഇൻവേർട്ട്, ഇൻ്റർമീഡിയറ്റ് സൈറ്റ്, ബാക്ക് സൈറ്റ്, ഫോർ സൈറ്റ്. ഒരു ലെവലിംഗ് വർക്കിൽ നമ്മൾ ആദ്യം എടുക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ബാക്ക് സൈറ്റ് ആയിരിക്കും. ആദ്യം നമ്മളൊരു ബെഞ്ച് മാർക്കിലേക്ക് എടുക്കുന്ന ആ റീഡിംഗ് ആണ് ബാക്ക് സൈറ്റ്. പിന്നെ എടുക്കുന്ന റീഡിങ്ങുകൾ ഇൻ്റർമീഡിയറ്റ് സൈറ്റ് ആയിരിക്കും. ലാസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് ഫോർ സൈറ്റ് ആയിരിക്കും. 36. ദ ടൈപ്പ് ഓഫ് ഫയൽ വിച്ച് ഈസ് ഡ്രിവൺ അറ്റ് ആൻ ഇൻക്ലിനേഷൻ ടു റെസിസ്റ്റ് ദ ഇൻക്ലൈൻഡ് ഫോഴ്സ് ഈസ് നോൺ ആസ്. ഫ്രിക്ഷൻ ഫയൽ, ബാറ്റർ ഫയൽ, ഷീറ്റ് ഫയൽ, ആങ്കർ ഫയൽ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ബാറ്റർ ഫയലാണ്. ഇറ്റ് ഈസ് ഡ്രിവൺ ഇൻ ആൻ ഇൻക്ലിനേഷൻ ടു റെസിസ്റ്റ് ദ ഇൻക്ലൈൻഡ് ഫോഴ്സ്. ഇൻക്ലൈൻഡ് ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി റെസിസ്റ്റ് ചെയ്യണ പൈൽ എന്ന് പറയുന്നത് ബാറ്റർ പൈലാണ്. 37. ഇൻ ചെയിൻ സർവേയിങ് പെർപെൻഡിക്കുലർ ടു ചെയിൻ ലൈൻ ആർ സെറ്റ് ഔട്ട് ബൈ. ചെയിൻ സർവേയിൽ ചെയിൻ ലൈൻസിന് പെർപെൻഡിക്കുലേഴ്സ് എങ്ങനെ സെറ്റ് ഔട്ട് ചെയ്യുക? തിയോഡ്ലൈറ്റ് വെച്ചിട്ടാണോ, പ്രിസ്മാറ്റിക് കോമ്പസ്, ഡംബി ലെവൽ, ഒപ്റ്റിക്കൽ സ്ക്വയർ? ഇതിലേതാണ് പെർപെൻഡിക്കുലർ സെറ്റ് ഔട്ട് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. ഒപ്റ്റിക്കൽ സ്ക്വയർ ആണ് അതിന് യൂസ് ചെയ്യുന്നത്. 38 ഡിലീറ്റഡ് ആണ്. 39th ക്വസ്റ്റ്യൻ. ദ കോണ്ടൂർ ലൈൻസ് ക്യാൻ ക്രോസ് വൺ അനദർ ഓൺ മാപ്പ് ഓൺലി ഇൻ ദ കേസ് ഓഫ്. ഏത് കേസിലാണ് കോണ്ടൂർ ലൈൻസ് ക്രോസ് ചെയ്യുന്നത്? വെർട്ടിക്കൽ ക്ലിഫ്, വാലി, റിഡ്ജ്, ഓവർഹാങ്ങിങ് ക്ലിഫ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓവർഹാങ്ങിങ് ക്ലിഫിൻ്റെ കേസിലാണ് നമ്മുടെ കോണ്ടൂർസ് ക്രോസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ 40. ദ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ എ ഫ്ലൈറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. ഒരു ഫ്ലൈറ്റിലുള്ള സ്റ്റെപ്സിൻ്റെ മിനിമം എന്ന് പറയുന്നത് 3 numbers ആണ്. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. മാക്സിമം 3 to 12 ആണ് ഒരു സ്റ്റെപ്പിലുള്ള നമ്പേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ മിനിമം എന്ന് പറയുന്നത് 3 ആണ്. സോ 41st ക്വസ്റ്റ്യൻ. ദ ഇൻക്ലൈൻഡ് ബ്രേസസ് യൂസ്ഡ് ഇൻ എ ട്രസ് ടു പ്രിവെൻറ്റ് ദ സാഗിങ് ഓഫ് ദ പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ. പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററിൻ്റെ സാഗിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇൻക്ലൈൻഡ് ബ്രേസസിനെ പറയുന്ന പേരെന്താണ്? കിങ് പോസ്റ്റ്, ടൈ ബീം, ക്യൂൻ പോസ്റ്റ്, സ്ട്രട്ട്. 41ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സ്ട്രട്ടാണ് നമ്മൾ ഈ പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റിൻ്റെ സാഗിങ് പ്രിവെൻറ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഇൻക്ലൈൻഡ് ബ്രേസ് എന്ന് പറയുന്നത്. സ്ട്രട്ട് എന്ന് പറയുന്നത് ഒരു കംപ്രഷൻ മെമ്പറാണ്. അതുപോലെ ടൈ എന്ന് പറയുന്നത് ഒരു ടെൻഷൻ മെമ്പറാണ്. അങ്ങനെ ചോദിക്കാറുണ്ട്. സ്ട്രട്ട് കംപ്രഷനും ടൈ എന്ന് പറയുന്നത് ടെൻഷൻ മെമ്പറുമാണ്. ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്ട്രട്ട്. 42nd. 1 hectare is equal to dash meter square. 10,000 meter square, 100 meter square, 1000 meter square, 10 meter square. 1 hectare എന്ന് പറയുന്നത് എത്രയാണ്? 10,000 meter square ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1 hectare is equal to 10⁻⁴ meter square. 43. The lines of earth magnetic field runs from. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് റൺസ് ഫ്രം എങ്ങനെയാണ്? 43യുടെ ആൻസർ സി ആണ്. നോർത്ത് ടു സൗത്ത് ആണ് ലൈൻ ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് റൺ ചെയ്യുന്നത്. നോർത്ത് ടു സൗത്ത്. 44ഉം 45ഉം ക്യാൻസൽഡ് ആണ്. 46. In order to determine the natural features such as valleys, rivers, lakes, etc., the surveying preferred is. ഇതിനൊക്കെ പ്രിഫർ ചെയ്യുന്ന സർവേ ഏതാണെന്നാണ്. അതായത് വാലീസ്, റിവേഴ്സും കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സർവേ. സിറ്റി സർവേ, ലൊക്കേഷൻ സർവേ, കഡസ്ട്രൽ സർവേ, ടോപ്പോഗ്രാഫിക്കൽ സർവേ. 46ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ടോപ്പോഗ്രാഫിക്കൽ സർവേ ആണ് ഈ വാലിയും കർവൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. 47. When a 1 centimeter on a map represents 10 meter on the ground, representative fraction of the scale. 1/1000, 1/10, 1/100, 1/1. സോ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഡ്രോയിങ് ഓഫ് ദ ഒബ്ജക്റ്റിൻ്റെ ഡ്രോയിങ് ഡിവൈഡ് ബൈ ആക്ച്വൽ വാല്യൂ എത്രയാണോ അതാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു 1 centimeter ഡിവൈഡ് ബൈ 10 meter ആണ്. സോ ആ 10 meterനെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് പറയുന്നത്? 10 meter എന്ന് പറയുന്നത് 1000 centimeter ആണല്ലേ. സോ 1 centimeter ഡിവൈഡഡ് ബൈ 1000 centimeter. 1:1000 അല്ലെങ്കിൽ 1/1000 ആണ് അതിന് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. സോ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ലെങ്ത് ഇൻ ദ ഡ്രോയിങ് ഡിവൈഡഡ് ബൈ റെപ്രസെൻറ്റേഷൻ ലെങ്ത് ഇൻ ദ ആക്ച്വൽ ഒബ്ജക്റ്റ്. അതിനാണ് റെപ്രസെൻറ്റേറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ 47 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.